ഇതെങ്ങനെ കുട്ടികൾക്ക് തടസ്സം നിൽക്കരുത്, എല്ലാറ്റിനും തടസ്സം നിൽക്കണ നോ പറയുന്ന ആൾക്കാരാവരുത്. അപ്പോൾ എല്ലാറ്റിനും എസ് പറയാൻ പറ്റും ചോദിക്കും. എല്ലാറ്റിനും എസ് പറയാൻ ഞാൻ പാടില്ല. അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആഗ്രഹങ്ങളെ ഒരു ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ അവരുടെ ആഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അവിടെ കുട്ടി +1 പഠിക്കുകയാണ്, ഇപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ടുണ്ട്, ഒരു നിലക്കും പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന് പറയുമ്പോൾ എന്താ പറയാന്ന് വെച്ചു. അവൻ പറയും, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണെന്ന്. അപ്പോൾ ഇവൻ മൊബൈൽ ചോദിച്ചു SLC കഴിഞ്ഞപ്പോൾ അവൻ മൊബൈൽ വാങ്ങിക്കൊടുത്തില്ല. അപ്പോൾ അവനെന്ത് ഈ കാറ്ററിങ്ങിൽ പോകും നമ്മുടെ നാട്ടിലൊക്കെ 300 ഉറുപ്പിക ഇട്ടു. അങ്ങനെ അവൻ എന്ത് ചോദിച്ചാൽ പൈസ ഉണ്ടാക്കിയിട്ട് മൊബൈൽ വാങ്ങി. ഇപ്പോൾ മാപ്പിനോട് ഇവിടെ പറയും, മൊബൈലിനെ പറ്റി ഒരു അക്ഷരനോട് മുണ്ടി പോയത് എൻ്റെ മൊബൈലാണ്, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അവർ മൊബൈൽ വാങ്ങി കൊടുക്കേണ്ടിയിരുന്നു അല്ലേ? അവർ മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ട് പറയാം, മൊബൈൽ എന്ത് ചെയ്യാൻ പറ്റില്ല, രാത്രി 9 മുതൽ രാവിലെ 6 മണി വരെ യൂസ് ചെയ്യാൻ പറ്റില്ല, അതേമാതിരി മഗ്‌രിബിക്ക് 7 മണി മുതൽ 9 മണി വരെ വായിക്കുന്ന ടൈം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് പറയാൻ നമുക്കൊരു അധികാരമുണ്ടാവും, അല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ആഗ്രഹമുള്ളതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയോട് പറയുകയാണെന്ന് എന്താ അറിയും, നിന്നെ ഞാൻ എന്ത് ചെയ്യും, ഒരു ഉംറക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അവൻ്റെ ആഗ്രഹത്തേറ്റ് നീ ഖുർആൻ 2 ജുസു പഠിച്ചാൽ, അല്ലെങ്കിൽ ഖുർആൻ ഹാഫിദായാൽ, അല്ലെങ്കിൽ ഖുർആൻ ഖത്തം തീർത്താൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നൊരു സംഗതി ഓഫറായിട്ട് കൊടുക്കുക അല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു കാര്യം ഓഫറായി കൊടുക്കുക. ഒരു ഡ്രസ്സാവട്ടെ, ഒരു ബ്രാൻഡ് ഡ്രസ്സ്, അല്ലെങ്കിൽ ഒരു ടോയ്സ്, എന്താണോ നിങ്ങൾ അവൻ്റെ ആഗ്രഹം, ആ ആഗ്രഹം ഇന്ന് പറഞ്ഞാൽ നാളെ വാങ്ങണ്ട, ഇന്ന് പറഞ്ഞ് നാളെ വാങ്ങണ്ടല്ലോ. ഏതായാലും നമ്മളതിന് പൈസ ചിലവാക്കാൻ തീരുമാനിച്ച് ഞാൻ പറഞ്ഞാൽ അത് അവർക്കൊരു പ്രോത്സാഹനമായി, ഒരു സമ്മാനമായി എന്ത് ചെയ്യുക, നമ്മൾ പറയും, നീ ഉമ്മയും തമ്മിൽ ഒരു 10 ദിവസത്തിലൂടെ വഴക്കില്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, നിനക്ക് വാങ്ങി തരാം. എന്താണെന്ന് നമുക്ക് പറയാനുള്ളത്, എന്തിനും ഓഫർ പറയാം. അപ്പം കുറച്ച് നമ്മൾ ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കാം. അപ്പം അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്നെന്താ വെച്ചാൽ നമ്മുടെ കാര്യം സാധിക്കും ചെയ്യും, വാങ്ങിക്കൊടുക്കുന്ന ഒരു വില ഉണ്ടാവും. മനസ്സിലായി? ആ സൈക്കിൾ മുറ്റത്ത് കിടക്കുമ്പോൾ അവൻ പറയും, ഇത് ഞാൻ ഇഫിലാക്കിയിട്ട് എനിക്ക് കിട്ടിയ സൈക്കിളാണ്, അതങ്ങനെ കിടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സൈക്കിളിന് എന്ത് വിലയുള്ളത്? മനസ്സിലായി? അവൻ അധ്വാനിച്ച് വാങ്ങിയ ഒരു സൈക്കിളിൻ്റെ ഒരു വിലയും അതിനുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ശരിയായ ഫലങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്.